ഏവർക്കും 10 കോടിയിലേക്കുള്ള സാമ്പത്തിക യാത്രയുടെ 5-ാം ദിവസത്തിലേക്ക് സ്വാഗതം. നമുക്ക് നമ്മുടെ 5-ാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കടക്കാം. ഇന്നലെ വരെ നമ്മൾ 4 ദിവസത്തെ തുക ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ 3 ദിവസം ഇൻവെസ്റ്റ് ചെയ്ത തുകയ്ക്കുള്ള മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ്സ് നമുക്ക് അലോട്ടായിട്ടുണ്ട്. 4-ാമത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഗ്രസ്സിൽ തന്നെയാണ്. ആകെ 1000 രൂപ നിക്ഷേപിച്ചതിൽ 750 രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റായി കാണിക്കുന്നു. 250 രൂപ ഇൻ പ്രോഗ്രസ്സായും കാണിക്കുന്നു. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയ ദിവസം മുതൽ മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലാണ്. ട്രേഡിംഗ് വ്യൂ ചാർട്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടിൻ്റെ ബെഞ്ച് മാർക്കായ നിഫ്റ്റി 500 50 25 25 ഇൻഡെക്സ് നോക്കിയാൽ അത് മനസ്സിലാവും. നമ്മൾ തുടങ്ങിയത് 22-ാം തീയതി മുതലാണ്. അന്ന് മുതൽ ഈ ഇൻഡെക്സ് റെഡിലാണ്, അഥവാ നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നല്ലതാണ്, എങ്കിലും ഇത്രയും നല്ലൊരു തുടക്കം ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്തായാലും നമ്മുടെ ഫണ്ട് അതിൻ്റെ ബെഞ്ച് മാർക്കിനൊപ്പം സഞ്ചരിക്കുന്നത് കൊണ്ട് നമുക്ക് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. മ്യൂച്വൽ ഫണ്ട് എടുക്കുന്ന ഫീസ്, അതായത് എക്സ്പെൻസ് റേഷ്യോ കുറച്ചിട്ടാണ് NAV പ്രസിദ്ധീകരിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നല്ലോ. നമ്മുടെ ഫണ്ടിൻ്റെ ഒരു വർഷത്തിലെ എക്സ്പെൻസ് റേഷ്യോ 0.72% ആണ്. അത് ഡെയിലി പെർസെൻറ്റേജ് ആക്കി കാൽക്കുലേറ്റ് ചെയ്ത് എക്സ്പെൻസ് റേഷ്യോ NAVയിൽ നിന്നും കുറയ്ക്കുന്നത്. എന്നാൽ നമുക്ക് ഇന്നത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കിടക്കാം. ദിവസവും 250 രൂപയാണല്ലോ നമ്മൾ നിലവിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിനാൽ 250 എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇൻവെസ്റ്റ് നൗവിൽ എൻ്റർ ചെയ്യുന്നു. QR കോഡ് സ്കാൻ ചെയ്യുന്നു. തുക ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഡാഷ്ബോർഡ് ചെക്ക് ചെയ്യുന്നു. ഇൻ പ്രോഗ്രസ് ആണെന്ന് കാണുന്നുണ്ട്. അങ്ങനെ 5-ാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്തു. നാളെ നമുക്ക് 6-ാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റുമായി വീണ്ടും കാണാം. നിങ്ങളുടെ കമൻറ്റ്സ്, വാല്യുബിൾ സജഷൻസ് പോസ്റ്റ് ചെയ്യുക. താങ്ക് യു.